ആ അമ്മ ഇവിടെ വന്നിരിക്കണോ? പിന്നെ എവിടെ ചെന്നിരിക്കണം? അയ്യോ, ചായ ഉണ്ടാക്കണ്ടേ? ചായ ഉണ്ടാക്കണം. ഉണ്ടാക്ക്. ചായ ഉണ്ടാക്കമ്മ. എടാ, നിനക്ക് ചായ ഉണ്ടാക്കി തരാനാണ് ഒരു പെണ്ണിനെ ഇവിടെ കൊണ്ടുവന്നത്. അവൾക്ക് അതിന്റെ ഉത്തരവാദിത്വം ഇല്ലെങ്കിൽ നീ ചായ കുടിക്കണ്ട. അപ്പൊ അവള് കല്യാണത്തിന് പോയില്ലേ? കല്യാണത്തിന് പോയി. എടാ, പെൺപിള്ളേരെ കല്യാണത്തിന് പോണതിന് മുമ്പ് വീട്ടിലെ ആളുകളുണ്ടെങ്കിൽ ചായ ഉണ്ടാക്കി വെച്ചിട്ട് ചേട്ടാ ചായ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, അമ്മയെ ചായ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, കുടിക്കണേ എന്ന് പറഞ്ഞിട്ടാണ് പോണത് സാധാരണ. എന്നെ കല്യാണത്തിന് വിളിച്ചില്ല, അത് പോട്ട്. എടാ, പോകുമ്പോ ഒരു വാക്ക് പറഞ്ഞിട്ട് പോണ്ടേ, നല്ല വാക്ക്. അപ്പൊ കല്യാണത്തിന് അമ്മ ചെല്ലുന്നില്ല എന്നുള്ള ആദ്യം പറഞ്ഞാണല്ലോ. നമ്മുടെ കാലുമുട്ട് വേദന, കൈമുട്ട് വേദന, അപ്പൊ അതിന്റെ തൈലം കുഴമ്പോ കൊണ്ടുവന്നിട്ട് ഉഴിഞ്ഞോണ്ടിരിക്കായിരുന്നില്ലേ? അത് 2-3 ദിവസം ആയില്ലേ? ആജീവനാന്തായാലും ഞാൻ ഇങ്ങനെ മുട്ടുവേദന ഇരിക്കുമെന്നാണ് നിങ്ങളുടെ വിചാരം. അതാണ് നിങ്ങളുടെ പ്രാർത്ഥന എന്ന് എനിക്കറിയാം. അതൊക്കെ പോട്ട്. ഇന്നലെ കഴിച്ച ആഹാരത്തിന്റെ പാത്രങ്ങളൊക്കെ അവിടെ വെച്ചിട്ടാണ് അവള് പോയത്. അലങ്കോലമായിട്ട് വാരി കിടക്കുന്നത്. ഞാൻ അടുക്കള കേട്ട് നോക്ക്. അത് ഞാൻ കഴിക്കോളാം, അത് കുഴപ്പമൊന്നുമില്ല. എടാ പെങ്കോന്ത, എടാ നീ കബീർദാരുടെ മോനാണെന്ന് പറയാൻ തന്നെ എനിക്ക് നാണക്കേടാ. അമ്മ ചായ ഇരിപ്പുണ്ടോ? ചായ ഇരിപ്പൂല, കിടപ്പുണ്ട്. ഒന്നുമില്ലാന്ന്, വെറുതെ നേരം വിളിച്ചപ്പോ ഉമ്മർത്ത് വന്നിരുന്നിട്ട് പ്രാന്ത് പറഞ്ഞോണ്ടിരിക്കാണ്. എനിക്ക് തലയ്ക്ക് സുഖമില്ല, പ്രാന്തിയാണെന്ന് പറഞ്ഞ് എവിടെയെങ്കിലും കൊണ്ട് ഇടണം. അതാ രണ്ടിന്റെ ഉദ്ദേശം. അതങ്ങ് മനസ്സിൽ വെച്ചാൽ മതി കേട്ടോടാ. പക്ഷേ അളിയാ, ജയവന്തിയുടെ ഈയിടെയായിട്ടുള്ള അമ്മയുടെ അടുത്തുള്ള പെരുമാറ്റം തീരെ ശരിയല്ല. അത് ഞാൻ പറയാം. നിന്റെ പെണ്ണുപിള്ളേക്ക് പട്ട മണഗുണാഞ്ചൻ. പിന്നെ അമ്മയുടെ വിത്തല്ലേ? എന്റെ വിത്ത് തന്നെ. പക്ഷെ നിന്നോട് ചേർന്നാടാ പുഴു കരിച്ചു പോയത്. എന്തോ പ്രശ്നം? ഒരു പ്രശ്നമില്ലാന്ന്. അവരിന്ന് രാവിലെ കല്യാണത്തിന് പോകുന്ന സമയത്ത് അമ്മയോട് അനുവാദം ചോദിച്ചില്ല. അതാണ് ഇന്നത്തെ വിഷയം. അത്രേ ഉള്ള വിഷയം? അത്രേ ഉള്ളു പ്രശ്നം. അതിപ്പോ ഞാൻ പരിഹരിച്ചു തരാം. ഞാനേ ഫോൺ എടുത്ത് വിളിച്ചിട്ട് അവരെ കൊണ്ടുവന്ന് അനുവാദം ചോദിപ്പിക്കാം. എങ്ങനെ? ഫോൺ വിളിച്ചിട്ടേ അമ്മ എടുത്തൊരു അനുവാദം ചോദിച്ചാൽ പ്രശ്നം തീരൂലേ? എന്റെ കൊച്ചു ഇങ്ങനെ ഒരു പോങ്ങനെ കെട്ടിയതാണ് എന്റെ ഏറ്റവും വലിയ ശാപം. നല്ല കുടുംബത്തിൽ പോയി. അതിനിപ്പോ അമ്മയുടെ മോള് എന്റെ കുടുംബത്തിലോട്ടല്ലല്ലോ, ഞാൻ ഈ നല്ല കുടുംബത്തിലോട്ടല്ലേ വന്നത്. അന്ന് അമ്മയ്ക്ക് ഇവിടെ നിന്നൂടെ? അയ്യോ, എല്ലാ ചെലവും നടക്കുമല്ലേ. അനാഥാലയത്തിലോ അമ്പലത്തിലോ അല്ല സത്രത്തിലോ എവിടെയെങ്കിലും പോയി നിന്നോളാം. ഓ നന്നായി. ഈ മുതൽ അനാഥാലയത്തിൽ പോയി നിന്നാണ്ടല്ലോ അളിയാ. അവിടെയുള്ള അനാഥകൾ വീണ്ടും ഒന്നുകൂടെ അനാഥ, അവരെല്ലാം പെരുവഴിയിൽ പോകും. ഇത് എന്തൊരു സാധനമാണ്. അതെ, ഇതിപ്പോ ആ പെണ്ണുങ്ങൾ വരണവരെ ഇന്ന് സ്വസ്ഥത ഉണ്ടാവൂല. നമുക്ക് ആ കുടുംബ കോടതിയിലെ ജഡ്ജിയെ വിളിച്ച് വരുത്തിയാലോ? അമ്മാവനെ അല്ലാതെ വിളിക്ക്, വരാൻ പറയും. ഒന്നുകൂടെ തണുപ്പിക്കാൻ പറ്റുമോ നോക്കട്ടെ. എവിടെ, ഇത് തണുക്കൂല. ഇത് എഞ്ചിന്, ഇത് പഴയ എഞ്ചിനാ. നീ വിളിക്ക, അമ്മാവനെ വിളിക്ക, അതാ നല്ലത്. എന്താടാ എന്താന്ന്? ഞാൻ ആ ജമന്ത്ര കുടുംബത്തിലെ കല്യാണത്തിന് പോകുന്നു. 9:30 മണിക്ക് താലികെട്ടാണ്. എനിക്ക് അവിടെ എത്തണ്ടേ? എന്താന്നുണ്ടായി? എന്താ പറയമ്മ, ഒന്ന് രാവിലെ മുതൽ വെറുതെ വന്നിരുന്നിട്ട് വഴക്കുണ്ടാക്കാൻ നിൽക്കണം. എടാ, വയസ്സായ ആൾക്കാരില്ലേ, ഞാൻ പറഞ്ഞില്ല ഇന്ന് പെണ്ണുങ്ങൾ പുറത്തു പോയതല്ലേ, പിന്നെന്താ പ്രശ്നം ഉണ്ടായി? അതന്നെയാണ് പ്രശ്നം. അല്ല, ഞാൻ ചോദിച്ചോട്ടെ, ഈ ലോകത്ത് വയസ്സായ വേറെ ആരും ഇല്ലേ അമ്മാവ? ഇത് എന്തൊരു അമ്മയാണിത്? പെണ്ണുങ്ങൾ പോയതിനിപ്പോ എന്തിനാ ദേഷ്യപ്പെടുന്നേ? പെണ്ണുങ്ങൾ എന്താ പറഞ്ഞില്ല അത്രേ? അതൊരു കാര്യല്ലേ? വയസ്സായ ആളെ ഒന്ന് വിളിച്ച് പറഞ്ഞാ എന്തെങ്കിലും ഒപ്പിച്ചിട്ടുണ്ടാവും നിങ്ങള്. അവർക്കത് പറഞ്ഞിട്ട് പോയാൽ മതിയായിരുന്നു. അവര് പറഞ്ഞില്ല, അത് കഴിഞ്ഞു പോയില്ലേ. ഇനിയിപ്പോ പറയണ്ട എന്താ കാര്യം? എന്നിട്ട് എന്താ ചെയ്യുന്നത്? അതിന്റെ ഉള്ളിൽ കയറിയിട്ടുണ്ട്, വാതിലടച്ചിരിക്കുന്നു. വല്ല കടുങ്ങ വയസ്സായോളം ഒറ്റയ്ക്ക് കൊണ്ട് ഞാൻ എന്താ ഈ നേരത്തെ ഇവിടെ കിടന്ന് കരയണ്? എങ്ങടെ ബാഗൊക്കെ ആയിട്ട്? ഞാൻ പോകാൻ തീരുമാനിച്ചു. എവിടേക്ക്? എവിടേക്കാ? ഞാൻ വല്ല അമ്പലത്തിന്റെ പരിസരത്ത് അങ്ങാണ്ട് പോയി കിടന്നോളാന്ന് പറഞ്ഞില്ലേ. ഇന്നലെ സൗകര്യം ഉണ്ടെങ്കിൽ കൊണ്ടുവിട്ടാൽ മതി, അല്ലെങ്കിൽ അത് പറ. അങ്ങനെ വീട് വിട്ടു പോവാ എന്തുണ്ടായി ഇവിടെ? എന്തുണ്ടായ? എടാ, 2 പെണ്ണുങ്ങൾ വന്ന് രാവിലെ ഇറങ്ങിപ്പോയി. അമ്മ, ഞാൻ ഇങ്ങനെ പോകുന്നു, ഒരു വാക്ക് പറഞ്ഞിട്ട് പോണോ വേണ്ടേ? അവരിവിടെ ഒറ്റയ്ക്കിട്ട് പോയെന്നില്ലോ. കനകനും ക്ലീറ്റനും ഇവിടെ ആക്കിയിട്ടില്ലേ? എന്നെ കളകനും കേട്ടോ. കനകന്റെ കാര്യം എന്റെ അടുത്ത് പറയണ്ട. എനിക്ക് എന്താ കുട്ടികളെ കുറിച്ച് വെറുതെ? അല്ല, മറ്റോള് പോട്ടെ, അവള് എന്റെ മോള് തന്നെയാണ്. അവൾക്ക് എന്നോട് വാക്ക് പറഞ്ഞിട്ട് പോയിക്കൊണ്ടിരുന്ന. ഇതിപ്പോ പറയാണ്ട പോയതാണോ പ്രശ്നം? അവരിങ്ങോട്ട് വരട്ടെ, നമുക്ക് സംസാരിച്ചൊരു തീരുമാനം ഉണ്ടാക്കണം. ഇങ്ങനത്തെ തീരുമാനം കുറെ നീ ഉണ്ടാക്കി. എല്ലാവരും വേണ്ട, എനിക്ക് കേൾക്കണ്ട. ഈ വാശി പിടിച്ച് പോവല്ലേ, അവര് വരട്ടെ, നമുക്ക് പോവും. ഏത് അമ്പലത്തിലേക്ക് എന്താ ഈ പറയണേ? നിനക്ക് സൗകര്യം ഉണ്ടെങ്കിൽ ആദ്യകാല അമ്പലത്തിലും കണ്ട് എന്നെ ഒന്നുകൊണ്ട് വിട്, അല്ലെങ്കിൽ പറ ഞാൻ ഒറ്റയ്ക്ക് പൊക്കോളാം. കുറെ തീരുമാനം ചാടി ഓരോന്ന് ചെയ്യല്ലേ. ഞാൻ പറയട്ടെ, ഞാൻ ഉണ്ടല്ലോ ഇവിടെ. എന്റെ കൂടെ ചേച്ചി അവിടെ നിന്നത് ഞാൻ പറയട്ടെ. ഞാൻ അവരായിട്ട് സംസാരിക്കാൻ ചേച്ചി പോവാണെന്ന്. എവിടെ പോണ്? അതിനവിടെ മുഹൂർത്തം സദ്യയൊക്കെ കഴിഞ്ഞാണല്ലേ? എടാ, അവിടേക്കല്ലാന്ന്, ഏതോ അമ്പലത്തിലേക്ക് പോവാണെന്ന്. ഇവിടെ ഇരിക്കണൊക്കെ നല്ല ഭജന ഇരിക്കാൻ പോവാന്നാ പറഞ്ഞു. എവിടേക്ക്?
ആ അമ്പലത്തെ തീർത്ഥാടനത്തിന് പോവാന്ന് എന്തിനാ അവിടെ താമസിക്കുന്ന ചോദിക്കണേ? അമ്മയ്ക്ക് എന്താ പ്രാധാന്യം അമ്മ? എന്താ ഈ ഒരു നിസ്സാര കേസിന്റെ മുകളിൽ വെറുതെ വഴക്കുണ്ടാക്കാൻ നിൽക്കേണ്ട വല്ല കാര്യമുണ്ടോ? എന്തോന്ന് നിസ്സാരം? എടാ രാവിലെ 2 പെൺപിള്ളേർ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ വീട്ടിൽ നാദയുണ്ട്, അവരോടൊന്ന് പറഞ്ഞിട്ട് പോകണമെന്നുണ്ടോ ഇല്ലയോ? എനിക്ക് അത് അറിയാം. അത് ചേച്ചി പറഞ്ഞത് ശരിയല്ലേ? അവർക്ക് പോകുമ്പോ ഒന്ന് അമ്മേ ഞങ്ങൾ പോയിട്ട് വരാന്നൊന്ന് പറഞ്ഞ എന്താ കുഴപ്പം? അവര് പറയേണ്ടതായിരുന്നു, അവര് പറഞ്ഞില്ല. അവര് ക്ഷമിച്ചാ പോരെ? അങ്ങനെ ക്ഷമിക്കാൻ സൗകര്യമല്ല, കുറെ ക്ഷമിച്ച്. അതെ അമ്മ, അതെ അമ്മയ്ക്ക് ഞാൻ ഈ കല്യാണത്തിനും ഈ അമ്പലത്തിലും കിട്ടുന്നതിനേക്കാളും നല്ലൊരു ഉഗ്ര സദ്യ ഞാൻ ഇപ്പൊ മേടിച്ചു. എന്താടാ ഭക്ഷണം കിട്ടാണ്ട് കിടക്കാണ് എന്റെ ചേച്ചി? നിങ്ങൾ ആരും നോക്കിയില്ലെങ്കിലേ മരണം വരെ നോക്കാൻ എനിക്ക് കഴിയും. നിങ്ങളെ അങ്ങനെ എന്റെ ചേച്ചിനെ കൊച്ചാക്കാൻ നിൽക്കണ്ടാ. അല്ല ഞാനൊരു കാര്യം ചോദിക്കട്ടെ, അപ്പൊ അമ്മ ഇറങ്ങി പോവാന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോ എന്നാ ശരി പൊക്കെന്ന് പറഞ്ഞിട്ടിരിക്കണം അമ്മ. ആര് ഞാനാ? എങ്ങനെ ഇവിടെ ഇരിക്കടാ നിങ്ങളുടെ അടുത്ത്? അവനെ കുറ്റപ്പെടുത്തേണ്ട കാര്യമല്ല, അവൻ പറഞ്ഞതൊക്കെ ശരി തന്നെയാണ്. അത് ശരി, വയസ്സായ ഒരാൾ ഇവിടെ ഇരിക്കുമ്പോ പോരണോ ചോദിക്കല്ല. എന്നാ അമ്മേനെ കൊണ്ടുപോകാണ്ട് പോകുമ്പോ മിണ്ടാതിരിക്കുക. അമ്മാവാ, അവര് പോയത് രാവിലെ 5 മണിക്ക്. 5 മണിക്ക് അമ്മ സുഖമായിട്ട് കിടന്ന് ഉറങ്ങുന്നു. അവിടെ ചെന്ന് അമ്മയെ വിളിച്ചോടത്തി, അമ്മ ഞങ്ങൾ പോണെന്ന് പറഞ്ഞാൽ അമ്മ ദേഷ്യപ്പെടും. എന്തിനാ എന്നെ വിളിച്ചോടത്തി എന്ന് ചോദിക്കില്ലേ? ദിവസം എന്നോട് പല സമയത്ത് വന്ന് വിളിച്ചിരിക്കുന്നത് ഞാൻ ഉറങ്ങി കിടങ്ങും. അമ്മ അത് എന്റെ അമ്മ ഇത് എന്ന് വന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. അങ്ങനെ ന്യായീകരിക്കരുത് അവരെ കേട്ടാ. ഇതാണ് എവന്മാരുടെ സ്വഭാവം. ഞങ്ങളിതിൽ ന്യായീകരണം നടത്തിയിട്ടില്ലെന്ന്. ഇതിപ്പോ ഇതിന് തെറ്റിപ്പോവാൻ മാത്രമുള്ള ഒരു വലിയ വിഷയം വീട്ടിനകത്ത് ഉണ്ടായിട്ടില്ല. നിങ്ങൾ ആരും ഒന്നും പറയണ്ട, ഞാൻ പോകാൻ തീരുമാനിച്ചു. നീ എന്നെ കൊണ്ടാക്കും അല്ലെങ്കിൽ ഞാൻ പോണ. അല്ല ഒരു കാര്യം ചെയ്യും. അല്ല നിൽക്കട്ടെ, ഞാൻ കാര്യം പറയട്ടെ. ഏതായാലും അമ്മ പോകാൻ തീരുമാനിച്ചല്ലേ, ഇനി മക്കളായിട്ട് തടഞ്ഞു എന്നുള്ള പരാതി വേണ്ട. അമ്മ ഒരു കാര്യം ചെയ്യും, പൊക്കോ. ഞാനൊരു ഓട്ടോറിക്ഷ വിളിച്ചിട്ട് വരാം. എങ്ങനെയുണ്ട് യവന്മാരെ മനസ്സിരിപ്പ്? ഇപ്പൊ മനസ്സിലായ എന്നെ ഇവിടെ ഇറക്കി വിടണം. അവളുമാരുടെ ദുർബോധനയാണത്. നിങ്ങൾ ഈ പറഞ്ഞത് എന്താ? ചേച്ചി അങ്ങോട്ട് ഇറങ്ങി പോണെന്നാ പറഞ്ഞു. എന്റെ ചേച്ചിയോട് ഇവിടെ നിന്ന് ഇറങ്ങി പോകാൻ പറയാൻ നിങ്ങൾക്ക് എന്താ അവകാശം? അയ്യോ, അമ്മക്ക് പോണെന്ന് പറഞ്ഞാൽ നമ്മളെ തടഞ്ഞത് അനുസരണക്കേടാവൂലേ? അമ്മ അങ്ങനെ വയസ്സുകാലത്ത് പോകാൻ പറയുമ്പോ അവിടെ ഇറങ്ങി പോകാൻ പറഞ്ഞു. കയ്യൊഴിയിലെ പണി എന്ത് ചെയ്യണമെന്ന്? അത് ശരി, നിങ്ങൾക്കൊക്കെ പെണ്ണും കുട്ടികളും കുടുംബമായി കഴിഞ്ഞപ്പോ അമ്മ വേണ്ട. ഈ വീട്ടിൽ നിന്ന് എന്റെ ചേച്ചി ഇറങ്ങി പോകുമ്പോ നിങ്ങൾ പൊയ്ക്കോന്നാ പറയണ്ട്. പോണ്ടമ്മേ എന്ന് പറയണ്ടേ? പോണ്ടമ്മേ എന്നല്ലേ പറഞ്ഞത്? ഇനിയും പറയണം പോണ്ടാന്ന്. അതെ, ഒരു കാര്യം ഞാൻ പറയാലോ, ഇവിടെ ഒരു തീരുമാനം ഇല്ലാണ്ട് എനിക്ക് പറ്റില്ല. ഞാനും കല്യാണത്തിന് പോയിരുന്നതാ. ചേച്ചി ഇവിടെ നിൽക്കണമെന്ന് അറിഞ്ഞോണ്ട് അപ്പൊ ഞാൻ പോവാണ്ടിരിക്കണേ. ആ സ്നേഹം നിങ്ങളുടെ ഭാര്യമാർക്കും തന്നെയാണ്. ഇവന്റെ ഭാര്യ പോട്ടെ, എന്റെ ഭാര്യ ഈ ചേച്ചി പ്രസവിച്ചല്ലേ, അവൾക്ക് പോകുമ്പോ ഒരു വാക്ക് പറയാറുണ്ടോ? ഇവിടെ ഒറ്റയ്ക്കിട്ട് പോവാന്ന് പറഞ്ഞാൽ എന്റെ അമ്മ ഇതൊക്കെ കഴിഞ്ഞു പോയ കാര്യങ്ങളല്ലേ? കഴിഞ്ഞു പോയ കാര്യത്തിന് തന്നെയാണ് ഈ വിഷമം വരുന്നത്. അമ്മ, ഞാൻ ഒരു കാര്യം പറയാം. ഞാൻ ഒരു കണക്കിനാണ് എന്റെ കുടുംബജീവിതം ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ട് പോയിക്കൊണ്ടിരിക്കണം. ഇനി അവിടെ കുഴപ്പമുണ്ടാക്കാൻ വന്നെങ്കിൽ കേട്ടോ. എവിടെ കുഴപ്പമുണ്ടാക്കത്ത്? എന്റെ കുടുംബം ഈ കുടുംബത്താണ് ഇതൊക്കെ നടക്കുന്നത്. അല്ല, അമ്മ മാത്രം വലിയ ആങ്ങളാണെന്നുണ്ടെങ്കിൽ അമ്മാവിന് രാവിലെ വന്ന് അമ്മയെ കുളിപ്പിച്ച് ഒരുക്കി കല്യാണത്തിന് കൊണ്ടുപോകൂടെ? പറ്റും, പറ്റും. നാളെ മുതലായി ചെയ്യാം. പക്ഷെ നിങ്ങൾ ഇവിടെ പാടില്ല. നിങ്ങൾക്ക് എന്താ അങ്ങനെയാണെങ്കിൽ ഇവിടെ താമസിക്കേണ്ട അവകാശം? എന്തൊക്കെ ഒരു കാര്യം ഞാൻ പറയാം, ഭാര്യമാരുടെ വാക്കും കേട്ടിട്ട് നിങ്ങളുടെ തോന്നിയാസം ചെയ്യാനാണെങ്കിൽ ഈ വീട്ടിൽ അത് പറ്റില്ല. ഇനി അമ്മ പറയുന്നത് കേട്ടിട്ട് ഭാര്യമാരെ അനുസരിപ്പിച്ച് ജീവിക്കാൻ പറ്റുമെങ്കിൽ മാത്രം ഇവിടെ ജീവിച്ചാൽ മതി. ഇല്ലെങ്കിലേ ഇവിടെ ആരും വേണ്ട. കടക്ക് പുറത്ത്. ചേച്ചി നടക്കാൻ കൊണ്ട്. പിന്നെ അതെ, എന്റെ അളിയൻ ഈ അവിൽദാരുണ്ടായിരുന്നപ്പോ എന്റെ ചേച്ചീനെ കണ്ണേ തേനെ കരളേന്ന് പറഞ്ഞാ വളർത്തിയത്. ആ ചേച്ചീനെ നിങ്ങൾ കണ്ണീര് കുടിപ്പിക്കുന്നത്. ചേച്ചിയെ ഇതിനൊരു തീരുമാനം ഇല്ലാണ്ട് ഇനി ഇവിടെ അകത്ത് കയറില്ല. ചേച്ചി അകത്ത് പോ. പെൺകൊന്തുമാര് പുറത്തു പോടാ. എന്താടാ നോക്കിക്കണ്? പോടാ. പൊന്നളിയ, ഏത് സമയത്ത് നിനക്ക് ഇതിനെ ഇങ്ങോട്ട് വിളിച്ചു വരുത്താൻ തോന്നിയ വല്ല കാര്യമുള്ള? ഇതിന് എന്തിനാ ഇവിടെ വന്നത്? എങ്ങനെയെങ്കിലും അമ്മയൊന്ന് തണുപ്പിച്ച് സമാധാനിപ്പിക്കുക. നല്ല കക്ഷിയല്ല കേട്ടോ. ഈ പിശാചിന് ഭ്രാന്താണോ? എനിക്കറിയില്ല. ഉടനെ അവിൽദാരനെ ഇങ്ങോട്ട് കൂട്ടുപിടിച്ചു. അപ്പൊ അമ്മയ്ക്ക് കുറെ കൂടെ ഇതായി. അതെ, ഇതിനിപ്പോ എപ്പോ പോവും? ഇതിവിടെ നിന്ന കുഴപ്പമൊന്നുമില്ല. ഉള്ള കാര്യം ഞാൻ പറഞ്ഞേക്കാം. ഇനി ഒരു മാർഗേ ഉള്ളൂ. ഇല്ല, അല്ല ഒറ്റ മാർഗമുള്ളൂ. കുടിപ്പിച്ചാണ് കിടത്തുക. കുടിപ്പിച്ച് ഇവിടെ കിടന്നാലേ ശരിയാവൂല. ഇവിടെ കിടന്ന് അത് ഇതും പറയും. അല്ലാതെ പിന്നെ എന്ത് ചെയ്യും? ഇതിനിപ്പോ ഇങ്ങനെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഒരിക്കലും ഇത് ഒരു തീരുമാനം ഉണ്ടാവില്ല എന്നുള്ള കാര്യം ഉറപ്പല്ലേ? സ്ഥാനം ഏർപ്പാട് ചെയ്യട്ടെ. ആരോട് പറഞ്ഞു? അല്ല, പൈസ അളിയാൻ കൊടുക്കൂലേ? പൈസ ഇതിനെ ഒഴിപ്പിച്ചില്ലെങ്കിൽ ഇത് വലിയ തലവേനാവും. കുറെ നാളായിട്ട് ഞാൻ സഹിച്ചോണ്ട് നടക്കുവാണ്ട. എത്ര നാളെന്നും പറഞ്ഞാടാ സഹിക്കുന്നത് ഒന്നന്മാര്. അല്ല, ചേച്ചി പറഞ്ഞതാണ് അതിന്റെ കാര്യം. അല്ല, അങ്ങനെ വിട്ടാ പറ്റില്ലല്ലോ. ഞാനും ഇത് പറഞ്ഞ പോലെ വേണ്ട വെച്ചിട്ടിരിക്കാം. കാശില്ലാതെ വേണം, എന്നെ കണ്ടുകൂടാ. ഇനി കൊടുക്കണ്ടെന്നേ, ഇനി ഒരു തീരുമാനം ഇല്ലാണ്ട് വേണ്ട. കൊടുക്കുന്നില്ല. എടാ, രാവിലെ അവര് കഴിച്ചതുപോലെ ഒന്നും ചെയ്യാതെ ഇറങ്ങിപ്പോയിരിക്കുന്ന എല്ലാം അവിടെ അലക്കോലായിട്ട് വാരിയിട്ടിട്ടാ പോയത്. എന്നെ കൊണ്ട് ചെയ്യിപ്പിക്കാൻ അഹങ്കാരി. അല്ല എന്താ, ഒരു വയസ്സായ സ്ത്രീയാണ് ഇവിടെ ഇരിക്കുന്നത്. അതിന് എന്തെങ്കിലും കഞ്ഞി വെള്ളം വെച്ചിട്ട് പോകണം എന്നൊരു തീരുമാനം വേണ്ടേ? അല്ലെങ്കിൽ ഇപ്പം പറഞ്ഞു ചെയ്യിക്കണ്ടേ?
എന്നാ ചേച്ചി ഇവിടെ ഇരിക്കേ, പാത്രം ഒന്നും മോറിയില്ല എന്നല്ലേ പറഞ്ഞു. ഞാൻ ഹോട്ടലിൽ പോയി എന്തെങ്കിലും മേടിച്ചിട്ട് വരാം. ചായ വേണ്ട, വേണം. എനിക്ക് എന്നെ കൊണ്ട് പറ്റത്തില്ലടാ, എനിക്ക് ഇഷ്ടമല്ല അത്, വേണ്ട. ഹോട്ടൽ ഭക്ഷണം വേണ്ടെങ്കിൽ പിന്നെ ഇപ്പം നമുക്ക് രണ്ടാൾ കൂടി എന്തെങ്കിലും വെച്ചുണ്ടാക്കി കഴിച്ചാലോ? നമ്മള് ചെറുപ്പത്തിൽ ഈ ഭക്ഷണമൊക്കെ വെച്ചത് ഇന്ന് ഓർമ്മ. അത് മതിയടാ, നമുക്ക് രണ്ടുപേർക്ക് മതിയല്ലോ. തുള്ളി വെള്ളം കൊടുത്തേക്കരുത്. ഇല്ല, കാര്യം അറിയാണ്ട് രണ്ടിനും ഈ അകത്ത് കയറുന്ന പരിപാടിയില്ല. അവർക്കൊക്കെ ഒരു വിചാരണ്ടേ, ഇപ്പോഴും അവരെ നമ്പിയിട്ടാ നമ്മൾ ജീവിക്കണെന്ന്. നമ്മുടെ സഹായം അങ്ങോട്ട് ഇല്ലാണ്ടാകുമ്പോഴേ അവരങ്ങോട്ട് പഠിച്ചോളും. എല്ലാത്തിനും എഴുതരം കൊടുത്തിട്ടാണ് ഏറെ. ഇതൊക്കെ ഇപ്പൊ നമുക്ക് ചെയ്യാവുന്ന കാര്യമില്ലല്ലോ. എല്ലാ സാധനങ്ങളും ഉണ്ടല്ലോ. ഇതെന്താ, മുട്ട ഉണ്ടാക്കാനാ? മുട്ട ഉണ്ടാക്കാൻ. ഞാനേ നമ്മുടെ പണ്ടത്തെ കാലം ആലോചിക്കുക ചേച്ചിയെ. ചേച്ചി കല്യാണം കഴിച്ചിട്ട് പോകുന്ന സമയത്ത് ഞാൻ അമ്മയോടെ ഒറ്റയ്ക്കായിരുന്നില്ല. അപ്പൊ തന്നെ ഞാൻ ഒറ്റപ്പെട്ട പോലെയാ. അമ്മയും കൂടി മരിച്ചപ്പോഴാ അതിന്റെ വിഷമം ശരിക്കും മനസ്സിലായത്. അന്ന് അളിയനും ചേച്ചിയും വന്ന് വിളിച്ചല്ലേ. പക്ഷെ വീട് പൂട്ടിയിട്ട് വരണ്ടാന്ന് കരുതിയിട്ടാണ് ഞാൻ അവിടെ തന്നെ നിന്നത്. ഒരു ദിവസം ചേച്ചിയും അളിയനും കൂടിയിട്ട് വീട്ടിലേക്ക് വന്ന് ഓർമ്മണ്ട. പിന്നെ അന്ന് സന്തോഷത്തിൽ അളിയൻ എന്താ ഉണ്ടാക്കി കൊടുക്കണ്ടെന്ന് ആലോചിച്ച് കൈ ഓടണില്ല, കാല് ഓടണില്ല. അവസാനം മോശമാക്കണ്ടല്ലോ എന്ന് കരുതിയിട്ട് ഞാനൊരു വേണ്ടാക്കൽ ഉണ്ടാക്കി. പക്ഷെ ചേച്ചിക്ക് എന്നോടൊരു സ്നേഹമില്ല കേട്ടാ. ആദ്യത്തെ ഉരുള വായല വെച്ച വഴിക്കുന്ന ചേച്ചി തുപ്പി. പാവ അളിയൻ. അളിയൻ എന്നെ പിണക്കണ്ടെന്ന് കരുതിയിട്ട് എന്ത് ടേസ്റ്റാന്നൊക്കെ എന്നോട് പറഞ്ഞിട്ട് വാരി വലിച്ച് കഴിച്ച് പുറത്തു പോയിട്ട് മനം പരട്ടിയിട്ട് ഇങ്ങനെ ഒക്കാനിക്കാൻ വരുമ്പോ കണ്ടപ്പോ സങ്കടമായിരിക്കും. എന്റെ പൊന്നി ഇറക്കാൻ നീ കരയാതിരി അതിന്. കരയാതെ, അത് നല്ല കാര്യമായി പോയി. അല്ല, ഞാൻ അതല്ല, ചേച്ചി ഒറ്റയ്ക്കല്ലോ. ചേച്ചിക്ക് എന്തേലും വന്നാ ഞാനുണ്ട്. പക്ഷെ എനിക്കെന്തേലും വന്നാലോ എന്ന് ആലോചിച്ചപ്പോ അങ്ങനെ ഒരു വിഷമം. ഞാൻ ജീവിച്ചിരിക്കുമെങ്കിൽ നിനക്ക് ഞാനുണ്ട്, നീ അത് വിഷമിക്കണ്ട. അരി ഞാനിട്ടാലോ? അരി എടുത്തില്ല അങ്ങോട്ട്. ഗ്ലാസ് വേണ്ട ഇവിടെ. അല്ല, ഈ അരി എത്ര ഗ്ലാസ് ഇടണം? അരി ഒരു 2 ഗ്ലാസ് ഇട്ടാ നമുക്ക് വൈകിട്ടും കൂടെ എടുക്കാമല്ലോ. എന്നാ ഞാൻ അരി കഴുകിടാ. ചേച്ചി അത് കഴിഞ്ഞിട്ടേ നമുക്ക് ഈ പടവലങ്ങി പയറും കൂടിയിട്ട് ഒരു കറി വെക്കാം കേട്ടോ. ഇത് റെഡിയാക്ക്. എടാ വേണ്ടടാ, അതൊന്നും വേണ്ട നമുക്ക്. അല്ല, അത് ഉണ്ടാക്കാം നമുക്ക്. എന്നാ ശരി, എടുത്ത് അരി കഴിപ്പിടുന്നു. ഞാൻ അരി കഴുകിട്ടോളാം. ചേച്ചി റെഡി ആയിക്കോ. ഞാനെന്നേ മൂത്രം ഒഴിച്ചിട്ട് വരാം. പെട്ടെന്ന് വാ. ഗ്ലാസ് എവിടെ ആണെങ്കിലും കൊണ്ടുവരും. കുപ്പി എവിടുന്ന സംഘടിച്ചപ്പോ ഒന്നും നോക്കണ്ട. അമ്മാവനായിട്ട് അറിയില്ല. കളയുന്നമ്മാവ. അതെ, ടച്ചിങ്സ് ഒന്നുമില്ലേ? ഞാൻ അമ്മാവനെടുത്ത്. അതെ, ഞാനൊരു കാര്യം ചോദിക്കില്ല. അമ്മാവന് ഇവിടെ വന്നത് ഇത് സോൾവ് ചെയ്യാനല്ലേ? അമ്മയുടെ കൂടെ അവിടെ ഇറങ്ങിയത് ഞങ്ങളെ ചീത്ത പറഞ്ഞ എന്തിനാ? ഏട്ടാ, അത് കാര്യം എങ്ങനെയല്ലേ? ചേച്ചി ഇറങ്ങി പോകാൻ നിൽക്കുമ്പോൾ നിങ്ങൾ അന്നാ പോയിക്കോന്നാ പറയാ, പൂവല്ലേ എന്ന് പറയണ്ടേ? അപ്പം എനിക്ക് പിന്നെ ചേച്ചിയുടെ കൂടെ നിൽക്കാണ്ടിരിക്കാൻ പറ്റുമോ? ഞങ്ങൾ വെറുതെ ഒരു തമാശ പറഞ്ഞേ. അമ്മാവന് വേറൊരു കുഴപ്പമുണ്ട്. അമ്മാവന് അമ്മയുടെ അടുത്ത് ചെല്ലുമ്പോൾ അമ്മയ്ക്കനുസരിച്ച് പറയും, ഞങ്ങളുടെ അടുത്ത് വന്നിട്ട് ഞങ്ങൾക്കനുസരിച്ചും പറയും. ആ പരിപാടി ശരിയാവില്ല. 2 തോണിയിൽ കാലിടുന്ന പരിപാടി ഉണ്ടല്ലോ, അത് പറ്റില്ല. എൻ്റെ കനക, ഒരു മനുഷ്യന് 2 കണ്ണില്ലേ? ഇതിലേത് കണ്ണാ നിനക്ക് വലുത്? 2 കണ്ണ് ഒരുപോലെയല്ലേ? അല്ല, ഞാൻ ചോദിച്ചോട്ടെ, ഒരു കണ്ണിൽ ഇപ്പം തിമിരം സംഭവിച്ചാൽ നമ്മൾ അത് നീക്കി കളയണ്ടേ? അപ്പോൾ അത് പറഞ്ഞ അതിൻ്റെ രീതിയിൽ അമ്മയെ പറഞ്ഞ് മനസ്സിലാക്കി. ഞാനും അത് ആലോചിച്ചുകൊണ്ടിരിക്കുക. അപ്പം ഇതിൽ ഏത് കണ്ണിനാ തിമിരം അറിയണ്ടേ? നല്ല ഇപ്പോൾ നേരാക്കുക. എന്താ വേണ്ട വേണ്ട പോലെ ഞാൻ കാര്യങ്ങളൊക്കെ ഓർമ്മ. ഓക്കെ, ഇത് വെള്ളം കിട്ടാതെ കിടന്ന മനുഷ്യനാണ്. അതെ, ഒരെണ്ണം ഒഴിക്കണില്ല. ഇത് ഒഴിക്കണ്ട. എല്ലാവരും കൂടെ കള്ളുപിടിച്ച് കഴിഞ്ഞ് ആ കാലം പക്കണൊക്കെ നല്ലത്. അമ്മാവൻ്റെ എന്തൊക്കെ തീരുമാനം ഔട്ടാ കഴിഞ്ഞിട്ട് നമുക്ക് വേണം നോക്കാം. അല്ല, എന്നാലും ഒരു ചെറുത് ഒന്നും വേണ്ട. ഒരു ഉറുമ്പ് അടിക്കാനുള്ള ചെറിയ തൊട്ടുമില്ല. ഇതിനൊരു തീരുമാനം ഔട്ട് എന്നിട്ട് മതി.
ഇനിയും കഴിഞ്ഞില്ലേ ഇത്? എന്തോന്ന് വെള്ളം തിളച്ചോ? തിളച്ച് നീ അരി അരി കഴിക്കില്ല. വെള്ളം തിളച്ചെങ്കിൽ അരി കഴിക്കണം. പാത്രം പാത്രം എവിടെ? എന്നാ. 2 ഗ്ലാസ് അല്ലേ പറഞ്ഞ്? 2 ഗ്ലാസ്. ആ പടവലിങ് വേഗം നേരാക്കതേ. അത് ശരിയാക്കാം, നീ ഒന്ന് അടങ്ങ്. വിശപ്പ് തുടങ്ങി, അതാ പറഞ്ഞു. എന്നാ പിന്നെ പെട്ടെന്ന് അങ്ങോട്ട് അരി അടി വിടും. ഇതുവരെ അരി തീർന്നില്ലേ? കഴിക്കില്ല. പെട്ടെന്നാവട്ടെ. ഇതൊന്നേ ഒറ്റയ്ക്ക് ചെയ്യേണ്ട ഒരു ആവശ്യമില്ല. പിന്നെ നാവ് നന്നായ പലരും ഉണ്ടാവും സഹായിക്കാൻ. നീ ഇതുവരെ അരി അഴിവ് തീർന്നില്ല. അതെ, ഇത് കരിഞ്ചന്തക്ക് മേടിച്ച അരിയാ. ഇതിന്റെ മുകളിൽ പ്ലാസ്റ്റിക് കോട്ടിങ് ഉണ്ടാവും. ഇത് നന്നായി കഴുകണം. അതെ, ആ പടവലിനെ നുറുക്കുന്നത് ഞാൻ ആയിക്കോളാം. എന്തോന്ന് കഷ്ടം, നീ അങ്ങോട്ട് മാറി. ഞാൻ ചെയ്തോളാം പറഞ്ഞില്ലേ? എത്ര നേരമായി നീ അരി കഴുകിക്കൊണ്ടിരിക്കുന്നത്? എടുത്തേട്ടാണ് പറ്റാത്തത്. ഇവിടെ ജീവൻ പോണു. പാവം അച്ചക്കന്മാരെ കുറിച്ചിട്ട് വെറുതെ ഇല്ലാത്തത് പറഞ്ഞ് ഞാൻ അവര് ഒരുപാട് വഴക്ക് പറഞ്ഞു. തങ്കപ്പെട്ട പിള്ളേര് ഈ ചേച്ചിയുടെ വാക്കും കേട്ടിട്ട് അളിയന്മാരായ അങ്ങനെ വേണം. കനകനും ക്ലൈറ്റസും അതാ അളിയന്മാര്. എനിക്കുണ്ടായിരുന്നു ഒരളിയൻ, ഒരു കോപ്പിലളിയൻ, കബീൽദാർ. ആരാടാ കുറ്റം പറയുന്നത്? ആരെ? നിങ്ങളുടെ കണവനെ. എത്ര ആലോചന വന്നാ? നീ കുടിച്ചല്ലേടാ? ഞാനോ? നീ മൂത്രം ഒഴിക്കാൻ പോയി കള്ളു കുടിച്ചല്ലേ? മൂത്രം ഒഴിക്കുമ്പോ കള്ളു കുടിക്കും. എന്താ ഈ ചേച്ചി പറഞ്ഞു പോടുന്നു? നീ കള്ളു കുടിച്ച്. ഇപ്പൊ എന്താ അങ്ങനെ പറയാൻ? പിന്നെ എനിക്ക് നിന്നെ കണ്ട അറിഞ്ഞൂടെ? നീ കുടിച്ച്. ഇതാണ് ഈ ചേച്ചിയുടെ ഇത് തന്നെ ഉള്ളത്. എന്തെങ്കിലും പറഞ്ഞാ ഒന്നല്ലെങ്കിൽ പറഞ്ഞ മന്ദബുദ്ധി, അല്ലെങ്കിൽ അവൻ കള്ളുടിയൻ. അല്ലാണ്ട് കാര്യം വിശ്വസിക്കരുത്. എനിക്ക് നിന്നെ കണ്ടാ മനസ്സിലാവും. നീ കള്ളു കുടിച്ചാലും കുടിക്കാതിരിക്കുന്നത് എനിക്ക് കണ്ടാ മനസ്സിലാവും. വെറുതെ ഇല്ലാത്ത പറയും. ഞാൻ കുടിച്ചിട്ടില്ല. നീ കുടിച്ചിട്ടുണ്ടെന്ന് ഇല്ല ചേച്ചി. എന്റെ തലയിൽ തൊട്ട് സത്യം ചെയ്യാം. എന്റെ തലയിൽ തൊട്ട് സത്യം ചെയ്യാൻ. കള്ളി കണ്ടുപിടിച്ചു. ഞാൻ എങ്ങനെ ഡീസന്റായി വന്നു ചേച്ചിന്റെ മുഖത്ത് നോക്കി അപ്പഴാണ്ട് പിടിക്കും. കള്ളു കുടിച്ചിട്ടാണാടാ ഡീസന്റ് ആവുന്നത്. ഇച്ചിരി കുടിച്ചാ എന്തിന്? പിള്ളേരെ കനേനും ക്ലീറ്റസിനും ചേച്ചി പറഞ്ഞിട്ട് ഞാൻ ഒരുപാട് വഴക്ക് പറഞ്ഞില്ലേ? ഭയങ്കര വിഷമമുണ്ടായിരുന്നു അവർക്ക്. പക്ഷെ വിഷമം തീർക്കാൻ വേണ്ടിട്ട് മാമാവാന്ന് പറഞ്ഞിട്ട് നീ പലപ്പോഴും ഇവിടെ നിന്ന് വിഷമം തീർക്കാനായിട്ട് ഇങ്ങനെ കള്ളു കുടിക്കുന്നുണ്ട്. എന്നിട്ട് പിള്ളേരുടെ പേര് തല ചാരുന്നുണ്ട്. ഇല്ല, അവര് നിർബന്ധിച്ചപ്പോ കഴിച്ചതാ. ആണല്ലോ. അവര് ഇന്നല്ലെങ്കിൽ നാളെ നമുക്ക് വേണ്ട നമ്മുടെ കുട്ടികളല്ലേ, അതുകൊണ്ട് കുടിച്ചതാ. അതുകൊണ്ട് കുടിച്ചതാ. ഈ വീട് അങ്ങനെ ബാറാക്കാൻ ഞാൻ തീരുമാനിച്ചിട്ടില്ല. അവന്മാരോട് ചോദിച്ചിട്ട് തന്നെ കാര്യം. എന്റെ ചേച്ചി അല്ല എന്തിനും 2-3 ഞാൻ നന്നായിട്ട് ഒഴിച്ചിട്ടുണ്ട്. അപ്പൊ 4 ആയല്ലോ. അയ്യോ, എന്നാ പിന്നെ എനിക്കൊരു സംശയമുണ്ട്. ഇനി അവരുടെ മുഖത്ത് നമ്മൾ നോക്കണ്ടെന്ന്. അങ്ങനെ 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 വിട്ടു കളഞ്ഞാൽ കൊള്ളത്തില്ല. ഞാൻ ചോദിച്ചിട്ടേ അടങ്ങത്തുള്ളൂ. നിങ്ങളുടെ ഉദ്ദേശം എന്തോന്നാ? അല്ല, ഈ വീടൊരു ബാറാക്കണമെന്നാണ്. നിങ്ങൾ കള്ളു കുടിച്ചിട്ടുണ്ടാടാ? ഇല്ലമ്മ, ഞങ്ങള് കള്ളു കുടിച്ചിട്ടില്ല. പകലാരെങ്കിലും കള്ളു കുടിക്കുവോ? ഞങ്ങള് കള്ളു കുടിച്ചിട്ടില്ല. അവര് കഴിച്ചിട്ടില്ല. എന്തിന്? ഞങ്ങളെന്തിനാ കള്ളു കുടിക്കണം? നമ്മളല്ലേ അവിടുന്ന്? നമ്മളില്ല, അമ്മാവൻ. നമ്മളല്ലടാ എന്നെങ്ങനെ ജനലിന്റെ വിളിച്ചിട്ട് തന്ന്. ജനലിന്റെ ആര്? എന്റെ അമ്മ. ഈ അമ്മാവൻ പറയാണ് നിന്റെ തള്ള ഒരു വൃത്തികെട്ട സാധനമാണ്, അതിന് ബുദ്ധിയില്ല, ബോധമില്ല, ഒന്നുമില്ല. അതിനോട് സംസാരിക്കണമെങ്കിൽ നേരാമണ്ണം സംസാരിക്കാൻ പറ്റില്ല, കള്ളു കുടിച്ചാലേ പറ്റുള്ളൂ. പോയി വാങ്ങിച്ചിട്ട് വാടാ മദ്യം എന്ന് പറഞ്ഞിട്ട് എന്നെ പറഞ്ഞയച്ചിട്ട് ഇപ്പൊ കള്ളു കുടിച്ചിട്ട് ഞാനങ്ങനെ പറഞ്ഞു. അമ്മ, ഞാനും കേട്ട് അത് കള്ളാന്ന് അമ്മ പറയണ്ട. ഞാൻ വാങ്ങിക്കൊണ്ട് വരില്ലെന്ന് പറയുമ്പോൾ എന്നെ ഇടിക്കാൻ പോകും. നീ പറയണ്ട. നീ പിള്ളേരെ പേടിപ്പിച്ച് നീ പലപ്പോഴും ഇങ്ങനെ വാങ്ങിച്ചു. വേണ്ട വേണ്ടെന്ന് പറഞ്ഞാണ് അമ്മ. ചേച്ചി സത്യം ഞാനങ്ങനെ ചെയ്യില്ല. എന്നെ കുറിച്ച് സത്യം ചെയ്യണ്ട. ഈ പിള്ളേരെ കൂടെ മനസ്സിലാക്കുന്ന നീ ഒറ്റ ഒരുത്തനാണ്. ഇവര് വന്നിട്ട് എനിക്ക് ജനലിൽ കൂടെ വിളിച്ചിട്ട് ഇങ്ങനെ വിളിച്ചിട്ട് കഴിച്ചു പറഞ്ഞു. ഇനി പുതിയ കഥ പലതും പറയും. ചേച്ചി ഞാൻ വരുമ്പോ എനിക്ക് വല്ല കുഴപ്പമുണ്ടായിരുന്നു? വരും വഴിക്കൊന്നും ഇല്ലായിരുന്നു. ഇവിടെ വന്നിട്ട് നീ പിള്ളേരെ പേടിപ്പിച്ച് വാങ്ങിച്ചു കുടിച്ചതാണെന്നുള്ളതിനൊരു മാറ്റമില്ല. അവര് കുടിച്ചിട്ടില്ലല്ലോ. ഞാൻ വന്ന മുതൽ ചേച്ചിയുടെ കൂടെ നിൽക്കല്ലേ. സത്യം പറഞ്ഞു കൊടുക്കണം, അല്ലെങ്കിൽ ആകെ പ്രശ്നമാവും. സത്യം തന്നെയല്ലേ പറഞ്ഞത്? ഇതന്നെ സത്യം. ഇതിലപ്പുറം സത്യം. പിന്നല്ലാണ്ട് ഇവരുടെ സ്വഭാവമല്ലോ. ഇവരുടെ ഈ വൃത്തിയുടെ സ്വഭാവം കാരണം ഞാൻ ചേച്ചിയുടെ കൂടെ നിൽക്കേണ്ടി വന്നു. അവരുടെ വാക്ക് വിശ്വസിക്കരുത്.
ചേച്ചി സത്യം വിശ്വസിക്കാൻ ഞാൻ പറഞ്ഞല്ല, അവർക്ക് വിളിച്ചു തന്നതാ സത്യം. അമ്മാവ ഇങ്ങനെ അമ്മാവന്റെ ചേച്ചിയല്ലേ ഇത്? അങ്ങനെ മുഖത്ത് നോക്കിട്ട് കള്ളം പറയാൻ പാടുള്ളൂ? അവരതൊക്കെ പറയും നമുക്ക് അത് വേണ്ട, 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 വേണ്ട. എടുത്ത് കയറാൻ വരട്ടെ. ചേച്ചി അവര് മിണ്ടി പോവരുതെന്ന് പറഞ്ഞാൽ നീ മിണ്ടി പോവരുത്. നീ ഒറ്റ ഒരുത്തൻ തന്നെയാണ് ഈ പിള്ളേരെ കൂടെ ഭക്ഷണം ചെയ്യുന്ന എനിക്ക് നല്ലതുപോലെ അറിയാം. അല്ല നിനക്ക് ചേച്ചിക്ക് ഞാൻ പറഞ്ഞ വിശ്വാസം ഇല്ല, ഇല്ല. ഇവര് പറഞ്ഞാണ് ആ വിശ്വാസം അവര് കുടിച്ചിട്ടില്ലല്ലോടാ. വെറുതെ അല്ല, സ്വഭാവം നന്നാവണം. ആരുടെ? കേട്ടതല്ല കണ്ടതാണ് സത്യം. ഞാൻ നെഞ്ചു പൊളിച്ച് പറഞ്ഞു എന്നിട്ട് വിശ്വാസം വന്നില്ലല്ലോ. ഈ വീട്ടിലെ എല്ലാ പ്രശ്നങ്ങൾക്കും കാരണം ചേച്ചി. എന്ത് വേണ്ടി എന്തോന്നാണ് ഇവൻ പറയുന്നത്? അതെ, ജമന്തി ഉണ്ടല്ലോ പാവം, 10-12 വർഷം ഇവിടെ വന്നിട്ടേ സഹിച്ചുണ്ടല്ലോ. അവൾക്ക് സമാധാനത്തിനുള്ള ലോകസമ്മാനം കൊടുക്കണം. അത്രയ്ക്ക് വൃത്തികെട്ട സ്വഭാവം ചേച്ചി കാണിക്കുന്നു. നീ ഒരക്ഷരം മിണ്ടി പോവരുത്. കാര്യമായിട്ടാണ് നിന്റെ അടുത്ത് പറയുന്നത്. അല്ലെങ്കിൽ പിന്നെ അത് വിശ്വസിക്കാൻ പറ്റില്ല. ഞാൻ പറഞ്ഞില്ല വിശ്വസിക്കണ്ട്. നീ പറയുന്നത് വിശ്വസിക്കാൻ എനിക്ക് മനസ്സില്ല. എന്ത് മനസ്സില്ല? അമ്മാവൻ അങ്ങനെ പറയരുത്. എന്ത് അമ്മാവൻ പറയുന്നത് മുഴുവൻ തെറ്റാ. ഞങ്ങൾ അമ്മയുടെ ഭാഗത്ത് ആ കാര്യത്തില്. ഏത് കാര്യത്തില്? അമ്മ നല്ല അമ്മയുടെ സ്വന്തം മകളെ പോലെയാണ് ജമന്തിനി നോക്കണത്. പിന്നെ തങ്കത്തിനെ നോക്കുന്ന പോലെ തന്നെ ജമന്തിനി നോക്കുന്നത്. അങ്ങനെ നോക്കുകയാണെങ്കിൽ അവരിപ്പോ പോണ സമയത്ത് ഒരാവശ്യമില്ലാണ്ട് മോഹം മുറിപ്പിച്ച് അവിടെ പോയി കിടക്കുവോ? പിന്നെ അവർക്കൊന്ന് പറ്റിപ്പോയി, അതിന്റെ വേദന കൊണ്ട് ഞാൻ അങ്ങ് കിടന്നതാ. സ്വന്തം നിറം മാറുന്ന പോലെ മാറുന്നത്. നീ നിറം മാറുന്ന പോലെ നീ എന്തൊക്കെ പറഞ്ഞ എന്റെ പിള്ളേരെ കുറിച്ച്? എന്ത് പറഞ്ഞു? ഞാനാ പറഞ്ഞു. നീ പറഞ്ഞു, ഇപ്പൊ പറഞ്ഞില്ലേ? ഒരു കാലത്തും ഗുണം പിടിക്കില്ല. ഇത്രയ്ക്ക് വൃത്തികെട്ട സ്വഭാവമാണ് എന്റെ ചേച്ചിക്ക്. അമ്മയെ പറ്റിയിട്ട് അനാവശ്യം പറയാം. എന്താ പറഞ്ഞ കള്ളും വലിച്ചു കേട്ടിട്ട് ആവശ്യമില്ലാത്ത വർത്താനം പറയാം. അല്ലെങ്കിൽ എനിക്കറിയടാ, എനിക്കിവിടെ ആരുമില്ല, എനിക്കൊരാളുമില്ല ഇവിടെ. ഞാൻ ചേച്ചിനെ വിശ്വസിച്ച് ഇവിടെ നിന്നുപോയി, എല്ലാം മറന്നിട്ട്. എന്റെ അളിയെന്ന് പറഞ്ഞ ഈ കള്ളപ്പന്നി ഒറ്റ ഒരുത്തൻ കാരണമാണ് എന്റെ ജീവിതം ഇങ്ങനെ സമാധാനം. എല്ലാരെ കുറിച്ചും പറയില്ല. എന്തധികാരം പിന്നെ എന്ത് ഓടാറുണ്ട് ചേച്ചി ഇറങ്ങി പോവാ. എന്ത് അല്ലേ ഒന്നും എടുക്കണ്ട. അല്ലെങ്കിലും അഴകേശം പുറമ്പോക്കാ, ആരുമില്ലാത്തവനാ. സമയ മക്കളൊന്നായല്ലോ, അത് മതി. Alien versus Alien.